ഹേ ഗായ്സ് തുടക്കം. അതായത് നമ്മുടെ ലാലേട്ടൻ്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാലിൻ്റെ ഫസ്റ്റ് സിനിമയാണ് തുടക്കം എന്ന് പറയുന്നത്. ആക്ഷൻ ത്രില്ലറാണ്. പിന്നെ എന്താ ഞാൻ പറയുക, ഒരാളുടെയും കൂടി കാര്യം എടുത്ത് പറയണത് ആൻ്റണി പെരുമാറിൻ്റെ മകൻ്റെ ക്യാരക്ടർ ഒരു ഒരു എന്താ പറയുക, ഒരു ടെറർ, ഒരു കൊടൂരായിട്ടുള്ള വില്ലൻ്റെ കഥാപാത്രമാണ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് കൂടുതൽ ഡയലോഗ്സ് ഒന്നും കാര്യമാണ് കൂടുതൽ നല്ല പ്രത്യേകിച്ച് ഡയലോഗൊന്നുമില്ല. പക്ഷേ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ട് ജൂഡ് ആൻ്റണി ജോസഫ് എന്താണോ ഉദ്ദേശിച്ചത് പക്കയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് സിനിമയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് അല്ല ഈ സിനിമയ്ക്ക്, വേറൊരു ടൈപ്പാണ്. പക്ഷെ അതെല്ലാം വെൽ ബാലൻസ്ഡ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് വിസ്മയ മോഹൻലാലും പിന്നെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകനും. ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ആൻ്റണി പെരുമ്പാവൂർ തന്നെയാണ്. പിന്നെ ഡയറക്റ്റഡ് ബൈ ജൂഡ് ആൻ്റണി ജോസഫ്, പിന്നെ മ്യൂസിക് ബൈ ജേക്സ് ബിജോയ്. അപ്പോൾ ടെക്നിക്കലി വളരെ നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട എല്ലാ ഒരു ടോപ്പ് നോച്ച് ആയിട്ടുള്ള ആൾക്കാരെല്ലാം അതായത് വിസ്മയ മോഹൻലാലിൻ്റെ ഫസ്റ്റ് സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ലാലേട്ടൻ്റെ മകളാണ്, അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്തോട്ട് പോകുമ്പോൾ അതെല്ലാം റിയലി ഗുഡാണ്. പിന്നെ മൂവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്. അതായത് മനോജ് കെ ജയനാണ് അവിടുത്തെ സ്റ്റേഷനിലെ CI. അപ്പോൾ അതെല്ലാം നൈസായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് നല്ല മൂവിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, പക്ഷേ എന്തായാലും ഒറ്റ പ്രാവശ്യം കണ്ടിരിക്കും, ഒരു ആവറേജ് മൂവിയാണ്. പക്ഷേ ചില മൂവ്മെൻറ്റിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, ഒരുവിധം അത്യാവശ്യം ഒരു ഗുഡായിട്ടുള്ള മൂവിയായിട്ട് തോന്നും. പക്ഷേ എന്താ ഞാൻ പറയുക, ഒരു സിനിമയുടെ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റ് വെച്ചൊരു ആവശ്യമില്ലാത്ത കുറേ സീനൊക്കെ കുത്തി കയറ്റി വെച്ച് നശിപ്പിച്ച പോലെ തോന്നി. കാരണം അതായത് അതുവരെ പോയിരുന്ന ഫ്ലോയിൽ നിന്നെല്ലാം മാറി വേറെ രീതിയിലോട്ടായ പോലെ തോന്നി. കാരണം ആവശ്യമില്ലാത്ത കുറേ ഡയലോഗുകൾ, അതായത് ഇതൊരു തുടക്കമാണ് എന്ന് കാണിക്കാനായിട്ട് അതൊക്കെ എടുത്ത് പറയുന്നത്, അത് ലാലേട്ടൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയില്ല, ആ ഒരു ക്യാരക്ടർ പറയുന്ന ഡയലോഗ്. പിന്നെ എന്താ പറയുക, മേക്ക് ഡാഡ് പ്രൗഡ്, അങ്ങനെ അതെല്ലാം അങ്ങനെ ഒരു അതിൻ്റെ ആവശ്യമില്ലായിരുന്നു തോന്നി. അതായത് ആ സീൻ്റെ എല്ലാം ഉദ്ദേശിച്ച് അങ്ങനത്തെ അനസസറി ഡയലോഗ്സിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി, അല്ലെങ്കിൽ നല്ലൊരു ഫ്ലോയിൽ പോയിട്ടിരുന്നതാണ്. പിന്നെ കഥ നോർമലായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയാനായിട്ട് ഒന്നുമില്ല. പിന്നെ എന്താ പറയുക, വിസ്മയ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതെല്ലാം അത്യാവശ്യം കുഴപ്പമില്ല, ബാലൻസ്ഡ് ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കൂടുതലായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള സ്പേസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. അപ്പോൾ അതെല്ലാം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. കാരണം ലാലേട്ടൻ്റെ മകളാണ്, പിന്നെ നല്ല ഫ്ലെക്സിബിളായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം പുള്ളിക്കാരി മാർഷ്യൽ ആർട്സ് പഠിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ അതെന്തായാലും നൈസായിരുന്നു. ഒരു ലാസ്റ്റത്തെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു വയലൻ്റ് ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ സാധനമാണ്. പക്ഷേ ദിസ് മൂവി ഡിമാൻഡ്സ് ഇറ്റ് ആൻഡ് നൈസായിരുന്നു. അപ്പോൾ എന്താ പറയുക, ടോട്ടലി ഒറ്റ പ്രാവശ്യം കണ്ടിരിക്കാം, ബോറടിക്കാനുള്ളതൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഒരു അൺനെസസറി ആയിട്ടുള്ള കുറച്ച് സീൻസിന്, പക്ഷേ എല്ലാവർക്കും അതിനോടൊരു ഇഷ്ടക്കേട് തോന്നില്ല, ചിലർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് പേഴ്സണലി അത്ര എന്താ പറയുക, ഈ ഒരു മൂവിക്ക് അത് ആവശ്യമായിട്ടില്ല. കാരണം ഇത് വിസ്മയയുടെ അതായത് പുള്ളിക്കാരിയുടെ സിനിമയാണല്ലോ, അപ്പോൾ അതിനകത്ത് അങ്ങനെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഓവറോൾ കുഴപ്പമില്ല, ഒരു പ്രാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നൈസ്, കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിൾ മൂവിയാണ്.